മിന്നും താരം. വ്യത്യസ്ത മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകളുമായുള്ള അഭിമുഖം. മിന്നും താരം. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ മിന്നും താരത്തിൽ തിടമ്പ് നൃത്തത്തെ ജീവന് തുല്യം സ്നേഹിച്ച ഒരു വ്യക്തിയെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. നാടൻ കലകളെക്കുറിച്ച് അറിവും അനുഭവ സമ്പത്തുമുള്ള മുതിർന്ന കലാകാരനാണ് പുതുമന ഗോവിന്ദൻ നമ്പൂതിരി. കഴിഞ്ഞ 60 വർഷങ്ങളോളമായി ഗോവിന്ദൻ നമ്പൂതിരിയുടെ പ്രവർത്തന മേഖല ഉത്തര കേരളത്തിലെ 7 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ക്ഷേത്ര അനുഷ്ഠാന രൂപമായ തിടമ്പ് നൃത്തമാണ്. ഇദ്ദേഹം ഇപ്പോഴും ഈ രംഗത്ത് സജീവമാണ്. എണ്ണമറ്റ പുരസ്കാരങ്ങളോടൊപ്പം സംഗീത നാടക അക്കാദമിയുടെ കലാശ്രീ ബഹുമതി, പ്രഥമ ക്ഷേത്രകലാ അക്കാദമി പുരസ്കാരം, കേരള ഫോക്ലോർ അക്കാദമി പുരസ്കാരം എന്നിവ നേടിയ തിടമ്പ് നൃത്ത കലാകാരനാണ് ഇദ്ദേഹം. തിടമ്പ് നൃത്തം എന്ന കലാരൂപത്തെ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്താനും കഴിഞ്ഞ 60ഓളം വർഷങ്ങളായുള്ള അനുഭവങ്ങളും ജനകീയ പ്രവർത്തനങ്ങളും പങ്കുവയ്ക്കുവാനുമായി ഈ മുതിർന്ന കലാകാരനെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം, മിന്നും താരത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഒന്ന് ശ്രോതാക്കൾക്കായിട്ട് പരിചയപ്പെടുത്താം. ഞാൻ ഗോവിന്ദൻ നമ്പൂതിരി, വടക്കൻ ജില്ലയിലത്തെ പ്രധാന തിടമ്പ് നൃത്ത കലാകാരനാണ്. കാഞ്ഞങ്ങാടാണ് താമസം. പഠനകാലത്ത് തന്നെ തിടമ്പ് നൃത്തത്തെ സ്നേഹിച്ച ഒരു വ്യക്തിയാണല്ലോ. എന്താണ് അതിന് പ്രചോദനമായത്? എൻ്റെ ഭവനത്തിൻ്റെ അടുത്തൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ ഈ തിടമ്പ് നൃത്തം അവതരിപ്പിക്കുന്നത് കാണാൻ പോകാറുണ്ട്. അപ്പോൾ എനിക്ക് മറ്റുള്ളവർക്ക് ഇല്ലാത്തതായ എന്നിൽ എന്തോ അതിനെക്കുറിച്ച് ഒരു താല്പര്യം തോന്നി. അങ്ങനെ ഈ വിദ്യ പഠിക്കണമെന്ന് എനിക്ക് കുഞ്ഞായിരിക്കുമ്പോഴേ എൻ്റെ മനസ്സിൽ ആരൂഢമായി. അപ്പോൾ അങ്ങനെ ഏത് തരത്തിലിത് അഭ്യസിക്കാമെന്നുള്ളതായി പിന്നെ എൻ്റെ അടുത്ത ചിന്ത. ബാക്കിയുള്ള ഒന്നിലും ശ്രദ്ധയില്ലാതെ ജീവിതം മുഴുവൻ ഇതിന് തന്നെ എങ്ങനെയത് ആ തിടമ്പ് നൃത്ത കലയിൽ ഉന്നതി നേടാം എന്ന് തന്നെ ആയിട്ടാണ് ഞാൻ പഠിക്കാനുള്ളതായ പ്രചോദനം. പഠനകാലത്ത് ഈ തിടമ്പ് നൃത്തം ആരുടെയെങ്കിലും കീഴിലായിരുന്നോ അഭ്യസിച്ചത്? എൻ്റെ ഗുരുനാഥൻ എൻ്റെ അമ്മാവൻ തന്നെയാണ്. നീലീശ്വരത്ത് മാടവന ശങ്കരമ്പ്രാന്തിരാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇന്നിപ്പോൾ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹമാണ് എൻ്റെ ഗുരുനാഥൻ. ചെറുപ്പം മുതൽക്ക് തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ തിടമ്പ് നൃത്തം അവതരിപ്പിക്കുന്ന സ്ഥലത്തേക്കൊക്കെ പോകാറുണ്ട്. അദ്ദേഹം എനിക്ക് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അങ്ങനെ ഈ വിദ്യയിൽ നല്ലൊരു ഗുരുനാഥൻ്റെ ആ സ്ഥാനത്തെ ഞാൻ ബഹുമാനിക്കുന്നു. ഈ തിടമ്പ് നൃത്തം, ഈ കലാരൂപം പഠിക്കണമെങ്കിൽ എത്ര വർഷം വേണ്ടി വന്നു? 3 വർഷത്തെ അഭ്യാസമാണ് ഇതിന് വേണ്ടുന്നത്. ഒരു വർഷത്തെ കർക്കിടക മാസം മഴ പെയ്ത് തണുത്ത് ആ സമയത്താണ് ഇതിൻ്റെ അഭ്യാസ മുറകൾ തുടങ്ങുന്നത്. അടുത്ത വർഷം അതേപോലെ വീണ്ടും കർക്കിടക മാസത്തിൽ ഈ 14 ദിവസം ഈ ദേഹത്തിൽ മുഴുവനും പിന്നെ മുക്കൂട്ട് 3 തരത്തിലുള്ള എണ്ണകൾ, കുഴമ്പ് ഇതെല്ലാം തേച്ച് പിടിപ്പിച്ച് അഭ്യാസം തുടങ്ങും. അപ്പോൾ അത് 3 വർഷം കഴിഞ്ഞില്ലെങ്കിൽ അതിന് മറ്റ് പല പാർശ്വ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് 3 വർഷം കഠിനമായിട്ടുള്ളതായ ഈ അഭ്യാസ മുറകൾ തുടർന്നു വന്നു. അരങ്ങേറ്റ കാലത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? ഞാൻ ചെറുതായിരിക്കുമ്പോഴേ കണ്ടുകൊണ്ടിരുന്നതായ ഈ നമ്മളെ ഭവനത്തിൻ്റെ അടുത്തുള്ളതായ ക്ഷേത്രം, നേരത്തെ പറഞ്ഞല്ലോ, ആ സ്ഥലത്ത് വെച്ചിട്ട് തന്നെ എനിക്ക് അരങ്ങേറ്റം നടത്താനുണ്ടായി. നമ്മളെ നാട്ടിലത്തെ എല്ലാ ആൾക്കാരും ഞാൻ ചെറുതായിരിക്കുമ്പോൾ നമ്മളെ കുട്ടിയാണ് അവിടെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് എല്ലാം നിറഞ്ഞ സദസ്സായിരുന്നു. ആ സദസ്സിൽ എനിക്ക് അവരുടെ മുഖത്ത് നോക്കുമ്പോൾ ചെറിയൊരു സഭാഗം പോലൊക്കെ ഉണ്ടായി. പിന്നെ ഞാൻ എൻ്റെ അഭ്യാസങ്ങൾ ഓരോന്ന് കാണുമ്പോൾ അവരൊക്കെ ആശ്ചര്യപ്പെട്ട് നിന്നു. അങ്ങനെ അവിടെ നിന്ന് വെച്ചിട്ട് എനിക്ക് അവിടുന്ന് തന്നെ അവരൊരു പുരസ്കാരം സമ്മാനിക്കുകയുണ്ടായി. എല്ലാവരും വേദിയിൽ വെച്ചിട്ട് വിളിച്ച് എൻ്റെ കയ്യിൽ തന്നത്. അത്രയും സന്തോഷത്തോടുകൂടി ഞാൻ ഇന്നും ആ രംഗം ഓർക്കുന്നു. ഈ അരങ്ങേറ്റം എത്രാമത്തെ വയസ്സിലായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? എൻ്റെ 14ാമത്തെ വയസ്സിലാണ് ഈ അരിയാമ്പൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വെച്ചിട്ടുള്ള അരങ്ങേറ്റം ഉണ്ടായത്. ഈ തിടമ്പ് നൃത്തം വേദിയിൽ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് പറയാമോ? ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കർക്കിടക മാസം സമയത്ത് മഴ പെയ്ത് ഭൂമിയൊക്കെ തണുത്ത് നല്ല സുഖാന്തരീക്ഷം വന്ന സമയത്താണ് ഈ തിടമ്പ് നൃത്തത്തിനുള്ളതായ അവതരിപ്പിക്കുന്നതിനുള്ളതായ അവസരം. 18 മുഴം നീളമുള്ളതായ കച്ച എന്നറിയും തുണി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള അരക്ക് ഈ വെട്ടി വരിഞ്ഞ് മുറുക്കി അഭ്യാസത്തിനുള്ളതായ ഒരുക്കങ്ങളാണ്. അത് അരക്ക് മുറുക്കി കഴിഞ്ഞാൽ ഗുരുനാഥൻ പലകയും പുളിമുട്ടിയും പുളിയുടെ ഒരു ചെറിയൊരു ഇതുണ്ടാവും വാദ്യം താളം പിടിക്കുന്നതിനുള്ളതായ കാരണം. അപ്പോൾ അത് ഗുരുനാഥന് മുമ്പിൽ വെച്ച് അദ്ദേഹം കാലി ഓരോന്നാരി വെച്ച് കാണിച്ചു തരും. അപ്പം അങ്ങനെ ഞാൻ അത് പ്രകാരം ശീലിച്ച് അദ്ദേഹം ശീലിപ്പിച്ച് ഇട്ടാണ് ഇതിൻ്റെതായ ഈ അവതരിപ്പിക്കുന്നത് തുടങ്ങാറ്. എത്ര സമയം വേണ്ടി വരും ഒരു തിടമ്പ് നൃത്തം അവസാനിക്കണമെങ്കിൽ? ഏകദേശം ഒരു 2.5 മണിക്കൂർ സമയം നല്ല കഠിനാധ്വാനമുള്ളതായ ഒരു ശാരീരിക
അധ്വാനമുള്ളതായ ഒരു കലാരൂപമാണ് ഈ തെടമ്പ് നൃത്തം. നമ്മൾ ഈ തെടമ്പ് നൃത്തം ഒരു വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ അതിനായിട്ട് എത്ര ആളുകളുടെ പ്രയത്നം ആവശ്യം വരുമെന്ന് പറയാമോ? 6 ചെണ്ടക്കാർ തെടമ്പ് ചെയ്യുന്ന ഒരാൾ, 2 വിളക്ക് പിടിക്കുന്നവർ. വിളക്ക് പിടിക്കുന്ന വെച്ചാൽ നമ്പീശൻ ഭാര്യ സമുദായത്തിലുള്ളവർ. മൊത്തത്തിൽ വാദ്യം ചെണ്ടയിൽ കുറച്ച് കുറഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ കൊഴുപ്പും ഭംഗിയും ഇല്ലാണ്ടാവും. അപ്പോൾ ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ചുരുങ്ങിയത് ഒരു 6 പേരെങ്കിലും ഇതിന് നിർബന്ധമായിട്ടും വേണ്ടുന്നതാണ്. അരങ്ങേറ്റത്തിന് ശേഷം ഗോവിന്ദ നമ്പൂതിരിയുടെ ചുവടുകൾ പതിഞ്ഞിട്ടില്ലാത്ത ക്ഷേത്രങ്ങൾ വടക്കൻ കേരളത്തിലും തെക്കൻ കർണാടകത്തിലും ഇല്ലെന്നായി എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഈ അതിയമ്പര അമ്പലത്തിൽ വെച്ചിട്ട് അരങ്ങേറ്റം കഴിഞ്ഞോട് കൂടിയിട്ട് ചില ആൾക്കാർ നമ്മുടെ അമ്പലത്തിലേക്കും വരണം, വന്നിട്ട് അവിടെ നിന്ന് ചെയ്യണം എന്നുള്ളതായ ആൾക്കാർക്ക് ക്ഷണിച്ചു. അങ്ങനെ ആ വർഷം തന്നെ ഒരുപാട് ക്ഷേത്രങ്ങളിലേക്ക് ഓഫർ ഉണ്ടായി. ആ വർഷം ഞാനൊരു 40-40 ക്ഷേത്രത്തിൽ ഇതുപോലെ തെടമ്പ് നൃത്തം അവതരിപ്പിക്കാനുള്ള വേദി ആ ഒറ്റ വർഷം തന്നെ കിട്ടി. കൊയിലാണ്ടി വരെയുള്ളതായ സ്ഥലങ്ങളിൽ മിക്കവാറും ക്ഷേത്രങ്ങളിൽ ഞാൻ എൻ്റെ ചുവട് പതിയാത്ത സ്ഥലമില്ല. അതോടുകൂടി തന്നെ വടക്കോട്ട് മംഗലാപുരത്ത് 1-2 വീക്കിൽ, മംഗലാപുരത്തിൻ്റെ തൊട്ടപ്പുറത്ത് തെക്കൻ കർണാടകത്തിൽ ഏകദേശം മംഗലാപുരം അതിൻ്റെതായ പാർശ്വങ്ങളിലേക്കുള്ള ഒരുപാട് ക്ഷേത്രങ്ങളിൽ അതേ വർഷം തന്നെ ഉണ്ട്. കൂടുതലായിട്ട് ആൾക്കാർ ഓരോ ദിക്കിൽ പോകുമ്പം അവിടുന്ന് ഇത് കണ്ടപ്പോൾ കൂടുതലായിട്ട് ആൾക്കാരെ ക്ഷണിച്ചിട്ട് ഈ തെടമ്പ് നൃത്തം ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. മിക്കവാറും ആദ്യം മുതലുള്ളതായ ക്ഷേത്രങ്ങളൊന്നും ഞാനിപ്പോൾ പോകാറില്ലെങ്കിലും പ്രായമായതുകൊണ്ട് പല ആൾക്കാരെല്ലാം ഇടയിൽ കയറി പല ക്ഷേത്രങ്ങളിലും നൃത്തം ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ആദ്യം ഈ 9ാമത്തെ വയസ്സിൽ പഠിച്ചത് മുതൽക്ക് ഇന്ന് വരെയും എനിക്കിപ്പോൾ ഇത്ര പ്രായമായി, ഇതുവരെയും എന്നെ വിടാതെ കണ്ട് ഞാൻ തന്നെ വരണം എന്ന് പറയുന്ന ക്ഷേത്രങ്ങൾ ഇന്നും ഒരുപാടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം വരെ ഇപ്പോൾ പുതിയതായിട്ടുള്ളൊരു കാലം തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ഈ 10ാം ശേഷം തുടങ്ങും. അപ്പോൾ വിളിക്കുന്ന ക്ഷേത്രങ്ങൾ ഇപ്പോഴും പോകാറുണ്ട്. നൃത്തത്തിന്റെ ചുവട് തെറ്റാതിരിക്കാനായിട്ട് പരിശീലനം ആവശ്യമാണോ? ആദ്യം നമുക്ക് നൃത്തം അഭ്യസിക്കാൻ വേണ്ടി താളം പഠിക്കണം. അതിൻ്റെ ഈ മാരാർ സമുദായത്തിലുള്ള ആൾക്കാർ, ചെണ്ടക്കാർ, താളം അവർ കൊട്ടുന്ന സമയത്ത് നമ്മൾ താളം കടുകട തെറ്റാൻ പാടില്ല. താളം കൃത്യമായിട്ട് അവർ കൊട്ടുമ്പോൾ അതേപോലെ നമ്മളെ കാലും കറക്റ്റായിട്ട് വരണം. അപ്പോൾ അതിന് ആദ്യം താളം പഠിക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ടതായ സംഗതി. അപ്പോൾ ഈ താളം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് താളത്തിനനുസരിച്ചിട്ടുള്ള കാൽവെപ്പ്, അത് പല സമ്പ്രദായത്തിലും ഒരേ താളത്തിൽ തന്നെ പല സമ്പ്രദായത്തിലെ കാൽവെപ്പും ആവാം. അതിന് നിത്യം കഠിനാധ്വാനം. രാവിലെ ഒരു മാക്സിമം 5 മണിക്ക് മുമ്പായിട്ട് തന്നെ എഴുന്നേറ്റ് നമ്മൾ സാധകം ചെയ്യണം. 2 കാലം നല്ല പോലെ സാധകം ചെയ്താൽ നമുക്ക് പൊതുവേദിയിൽ കിതപ്പ്, ക്ഷീണം ഇതൊന്നും ഇല്ലാതെ കണ്ട് അത്ഭുതമായിട്ടുള്ള പ്രകടനങ്ങളെ കാഴ്ചവെക്കാൻ വേണ്ടി പറ്റും. അതിപ്പോഴും ഞാൻ ചെയ്തു വരാറുണ്ട്. മറ്റൊരു രോഗങ്ങളും ഇതുവരെ ബാധിച്ചിട്ടില്ല. ഈ തെടമ്പ് നൃത്തം ചെയ്യുന്നതായതുകൊണ്ട് ആരോഗ്യ ദൃഢഗാത്രനായി തന്നെ ഇന്നും ജീവിക്കാൻ സാധിക്കുന്നു. ഈ പ്രാക്ടീസാണ് അതിന് കാരണം. വെളുപ്പാങ്കാലത്തിലായ ഈ പുകപടലങ്ങളൊന്നും ഇല്ലാത്ത നല്ല ഏകാന്തതായ ആ പ്രഭാതത്തിലേത്തതായ അഭ്യാസം അതിന് വളരെയധികം ഗുണം ചെയ്തു. മറക്കാനാവാത്ത അനുഭവം സമ്മാനിച്ച ക്ഷേത്രങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടോ? തലശ്ശേരിക്ക് തൊട്ടിപ്രദേശത്ത് കൊടുവള്ളി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ചെറുക്കക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഞാൻ ഈ തെടമ്പ് നൃത്തം അവതരിപ്പിക്കാൻ പോയി. അപ്പോൾ ആദ്യത്തെ ഈ നൃത്തമൊക്കെ കഴിഞ്ഞ അവസരത്തിൽ അവിടെ കാണിക്ക വരവ് കയ്യിൽ ദക്ഷിണ ചെയ്യുന്നത് ഏകദേശം അന്നൊരു 3500 രൂപയോളം വരും. അത് കമ്മിറ്റിക്കാർ വിളിച്ച് എന്നെ പൊതുവേദിയിൽ വെച്ചിട്ട് അങ്ങനെ ഒരു എനിക്ക് തരികയുണ്ടായി. ഞാൻ അത് അത്ഭുതപ്പെട്ടു പോയി. ഈ കാണിക്ക മുഴുവൻ ക്ഷേത്ര ഭണ്ഡാരത്തിലേക്കുള്ളതാണ്, അത് എനിക്കുള്ളതല്ല. എനിക്കവർ തരുന്ന ദക്ഷിണ മാത്രമേ ഉള്ളൂ. അതിൽ എനിക്കൊരു കൂടുതലൊരു ആഗ്രഹവുമില്ല. അപ്പോൾ അവർ കമ്മിറ്റിക്കാരെല്ലാവരും പറഞ്ഞു ഇത് തിരുമേനിക്കുള്ളതാണ്, ഇത് തിരുമേനി സ്വീകരിക്കണം. അല്ല, അത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. അത് എനിക്കത് പാടില്ല. ദേവൻ്റെതായ മുഷ്ടലും ഭണ്ഡാരത്തിൽ ചേരേണ്ട ധനമാണത്, അത് എനിക്കുള്ളതല്ല. അയ്യോ, ഞങ്ങൾ തരുന്നതാണ്, ഞങ്ങൾ തരുന്നത് നിങ്ങൾ സ്വീകരിക്കുക, അത്ര തന്നെ. അത്ഭുതപ്പെട്ടു പോയി. അത് ഞാൻ എണ്ണി നോക്കുമ്പോഴേ ഏകദേശം ഒരു അന്നത്തെ ഒരു 50 കൊല്ലത്തിലധികമായി. അന്ന് 3500 രൂപയിലധികം അത് ഉണ്ടായിരുന്നു. ഞാൻ അതിൽ കുറച്ച് എടുത്ത് ഭണ്ഡാരത്തിലേക്ക് ചെയ്തു. എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടി കുറച്ച് ചെയ്തിട്ട് വാക്ക് സ്വീകരിക്കാൻ ഉണ്ടായത്. അത്ഭുതം തോന്നിപ്പോയി എനിക്ക്. അവർ ഞങ്ങൾ ഇതുപോലത്തെ ഒരു തെടമ്പ് നൃത്തം ഇതുവരെ കണ്ടില്ല, ആദ്യമായിട്ട് കാണുന്നതാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾക്കൊന്നും അതിനോട് തോന്നാനില്ല. അതാണ് എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു അനുഭവം. ഇന്നും അത് എനിക്ക് എൻ്റെ മനസ്സിൽ തന്നെ തങ്ങി നിൽക്കുന്നു. ഈ രംഗത്ത് വളരെയധികം അംഗീകാരങ്ങൾ ലഭിച്ചതായി കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? ഈ തെടമ്പ് നൃത്തം കണ്ട് കാണുന്ന കാഴ്ചക്കാരിൽ പല സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പല ആൾക്കാരുള്ള കൂട്ടത്തിൽ ഈ തെടമ്പ് നൃത്തം കഴിഞ്ഞ അവസരത്തിൽ എന്നെ വിളിക്കാറുണ്ട്, നമ്മളെ ഇങ്ങനെ വന്ന് ചെയ്യണം. അങ്ങനെ തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് സംഗീത നാടക അക്കാദമിയിൽ ഒരു അവാർഡ് ലഭിക്കുകയുണ്ടായി. തലേദിവസം തന്നെ പോയി അങ്ങനെ ആ അവാർഡ് എനിക്ക് കിട്ടി. എൻ്റെ ജീവിതത്തിലത്തെ ഏറ്റവും വലിയൊരു സന്തോഷകരമായി ഞാനത് കണക്കാക്കുന്നു. പിന്നെ ഫോക്ലോർ അക്കാദമി ഒരു അവാർഡ് കണ്ണൂർ വെച്ചിട്ടുണ്ടായത്. ക്ഷേത്രകലാ അക്കാദമിയുടെ ആദ്യത്തെ പുരസ്കാരം തന്നെ എന്നെ വിളിക്കുകയുണ്ടായി. ഗോവിന്ദ നമ്പൂരിനെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പോയി. അത് കടകംപള്ളി സുരേന്ദ്രൻ സാറാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഏറ്റവും അങ്ങനെ വന്നു. പഴയങ്ങാടി എരിപുരം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് വെച്ചിട്ടാണ് ഉണ്ടായത്. വേറെയും ക്ഷേത്രകലാകാരന്മാരുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ എനിക്ക് പ്രത്യേകിച്ചിട്ട് ഒരു അവാർഡ് അദ്ദേഹം സമ്മാനിക്കുകയുണ്ടായി. ഇതിനും പുറമെ
ഒരുപാട് ഇവിടെ ഈ ഭാഗത്ത് ക്ലബ്ബുകൾ കുറേ ഉണ്ട്. അവരൊക്കെ ഒരുപാട് അവാർഡ് വന്നിട്ടുണ്ട്. പിന്നെ അടുത്തൊരു വിഷ്ണുമംഗല ക്ഷേത്രമുണ്ട്. അവിടുന്ന് വെച്ച് 2-3 തവണ എന്നെ വിളിച്ച് ആദരിക്കാറുണ്ട്. ഇന്നും ഞാൻ ആ ക്ഷേത്രത്തിൽ പോകാറുണ്ട്. അങ്ങനെ ഒരുപാട് ദിക്കിൽ ഇതുപോലെ അവാർഡുകൾ അവർ തന്നിട്ട് എന്നെ ബഹുമാനിക്കുകയുണ്ടായി. പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റി, കാലിഫോർണിയ യൂണിവേഴ്സിറ്റി എന്നിവ ലോക കലകളെക്കുറിച്ച് പുസ്തകം തയ്യാറാക്കിയപ്പോൾ താങ്കൾക്കും അതിൽ ഇടം പിടിക്കാൻ സാധിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. അതൊന്ന് വിശദമാക്കാമോ? കൽപ്പറ്റ ഗ്രീൻ ഗേറ്റ് ഹോട്ടലിൽ വെച്ചിട്ട് അവിടെ ഓഡിറ്റോറിയത്തിൽ വെച്ചൊരു പരിപാടി അവതരിപ്പിച്ചു. അപ്പോൾ ഒരുപാട് വിദേശികൾ അവിടെ വന്ന് ഈ തടംമുഹൂർത്തം കണ്ടു. അവർ വിദേശികൾക്ക് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതങ്ങനെ കണ്ട സമയത്ത് അവർ അത്ഭുതപ്പെട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പുസ്തകം തയ്യാറാക്കണം, അതിൽ ഈ തടംമുഹൂർത്തത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ അവരെന്നോട് പറഞ്ഞ സമയത്ത് അവർ ഇംഗ്ലീഷാണെങ്കിലും ഞാൻ മലയാളത്തിൽ എൻ്റെ വരുമ്പോൾ അതിന് തർജ്ജമ ട്രാൻസ്ലേഷൻ ചെയ്യാൻ വേറെ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇതിനെ കുറിച്ചിട്ട് അവർക്കൊരു വിവരണം കൊടുത്തു. അവർക്ക് വളരെ സന്തോഷിച്ചു. അവർക്ക് ഞങ്ങളതൊരു പുസ്തകം തയ്യാറാക്കുന്നുണ്ട്. അങ്ങനെ അതിൽ നോക്കുമ്പോൾ എൻ്റെതായ ഒരു അധ്യായം അതിന് പ്രത്യേകിച്ചിട്ട് അതിൽ അവരെഴുതി കണ്ടു. അപ്പോൾ അവർക്കത് ഈ വിദേശികൾക്ക് ഇത്രയധികം അവർക്ക് ആകർഷിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഈ തിടമ്പുതർത്തം നിലവിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ എത്ര വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് ഓർമ്മയുണ്ടോ? ഇതുവരെ ഒരു 400-ലധികം ക്ഷേത്രങ്ങളിൽ എനിക്ക് ഈ തിടമ്പുതർത്തം അവതരിപ്പിക്കാനുള്ള വേദി കിട്ടിയിട്ടുണ്ട്. അവിടെ തന്നെ വീണ്ടും വീണ്ടും വർഷം തോറും പോകാറുള്ള സ്ഥലങ്ങൾ കുറേയുണ്ട്. അപൂർവം ചില 2-3 വർഷം കഴിഞ്ഞിട്ട് അങ്ങനെ വേറെ ആൾക്കാർ അങ്ങനെയുള്ള സ്ഥലം. മൊത്തത്തിൽ ഒരു 400-ലധികം ക്ഷേത്രത്തിൽ ഞാൻ ഇതുവരെ എൻ്റെ കാഴ്ചപ്പാട് പതിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഈ സർക്കാർ വകയായിട്ട് ടൂറിസം പരിപാടിക്ക് എന്നെ വിളിക്കാറുണ്ട്. അത് കാസർഗോഡ് ജില്ല, കേരളത്തിൽ 14 ജില്ലകളിൽ ഞാൻ പോയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. കാസർഗോഡ് മുതൽക്ക് തിരുവനന്തപുരം വരെയുള്ളതായ എല്ലാ ദിക്കിലും വർഷത്തിൽ 2-3 തവണ ചെയ്തിട്ടുണ്ട്. അതിനുള്ള കാരണം എന്താ വെച്ചാൽ ഈ ക്ഷേത്രങ്ങളിൽ ഈ തിടംമുഹൂർത്തം അവതരിപ്പിക്കുന്നത് രാത്രി ഒരു 10 മണി 11 മണി സമയത്തായിരിക്കും. അതുകൊണ്ട് ആർക്കും നാട്ടുകാർക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ എല്ലാം ഉറക്കൻ്റെ മൂഡിലായിരിക്കും. അപ്പോൾ ആൾക്കാർക്ക് ഇത് കാണാൻ പറ്റില്ല. അപ്പോൾ കാണണമെങ്കിൽ എന്താ വെച്ചാൽ ഇത് പൊതുവേദികളിൽ അവതരിപ്പിക്കണം. പക്ഷേ ഇത് ക്ഷേത്രകലയായതുകൊണ്ട് പൊതുവേദികളിലേക്ക് അവതരിപ്പിക്കുന്നത് എല്ലാവർക്കും വിരോധമാണ്. എന്ന് പറഞ്ഞാൽ അത് പാടില്ല, നീ എന്താ അങ്ങനെ ചെയ്തത്, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു. അതല്ല, എല്ലാവർക്കും ഒരു കലയാണെങ്കിലും എല്ലാവർക്കും അത് ആസ്വദിക്കാൻ കഴിയണം. അങ്ങനെ ഞാൻ പൊതുവേദികളിൽ അവതരിപ്പിക്കാൻ പല എതിർപ്പുകളും ഉണ്ടായിരുന്നു. ഗുരുനാഥനടക്കം തന്നെ പറയാം. പല ആൾക്കാർ ഇയാളിങ്ങനെ കൊണ്ട് സ്റ്റേജും അല്ല, കാണണം. എല്ലാവരും നാട്ടുകാരിൽ നിന്ന് ഇപ്പം അതുകൊണ്ടാണ് ഇത് ക്ഷേത്രകല ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് ആൾക്കാർ ഇത് കണ്ടിട്ടേ ഇല്ല. അപ്പോൾ പുതിയതായിട്ട് കാണുമ്പോൾ പലർക്കും അത്ഭുതങ്ങൾ. അപ്പോൾ ഇത് പൊതുവേദികളിൽ അവതരിപ്പിച്ച് ജനകീയമാക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അനവധി ശ്രമിച്ചിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. എതിർപ്പുകൾ സഹിക്കുന്നത് ഞാൻ അത് ശ്രദ്ധിക്കാറില്ല. പരമാവധി ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാനുള്ളതായ ഒരു സൗകര്യം ഞാൻ നിമിത്തം ഉണ്ടായി. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് ഞാൻ നടത്തിയത്. അത് വളരെയധികം വിജയിച്ചു. ഇപ്പോഴത്തെ തലമുറയിൽ ആരെങ്കിലും ഈ ഒരു കലാരൂപം അഭ്യസിക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ തലമുറയിൽ വെച്ചാൽ എൻ്റെ മകൻ സർക്കാർ ജോലിയുള്ള ആളാണ്. അവന് ഇതിലൊരു ഹരമുള്ള ഒരാളാണ്. എന്നിൽ നിന്ന് പലതും ചോദിച്ച് കണ്ട് മനസ്സിലാക്കി ഞാൻ തിടംമുഹൂർത്തം ചെയ്യുന്നതിലേക്ക് അവൻ പോകാറുണ്ട്. അവിടെ ഈ തിടംമുഹൂർത്തത്തിന് മുമ്പായിട്ട് ഇത് തലയിൽ എഴുന്നള്ളിച്ച് നിൽക്കുന്ന ഒരു അവസരമുണ്ട്. അതിനൊക്കെ അവൻ ചെയ്യാറുണ്ട്. ഞാൻ ഇത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവൻ അത്യാവശ്യം ചില ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട്. അപ്പോഴേക്കും നല്ല മികവുറ്റ രീതിയിൽ അവന് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ സർക്കാർ ജോലിയും അതിൻ്റെ ഉദ്യോഗസ്ഥൻ്റെ വഴിയൊക്കെ ആയതുകൊണ്ട് ഇതിന് സമയം കിട്ടാറില്ല. എന്നാലും ഇത് നല്ലപോലെ അവതരിപ്പിക്കാൻ മെയ്വഴക്കവും കാര്യങ്ങളും അവന്. മക്കളല്ലാതെ ആരെങ്കിലും നമ്മുടെ ഈ ചുറ്റുപാടുകളിൽ ആരെങ്കിലും ഇത് അഭ്യസിക്കുന്നുണ്ടോ? ഈ ചുറ്റുഭാഗങ്ങളിൽ തൽക്കാലം ഇവിടെ കാണാനില്ല. പക്ഷേ ആൾക്കാർ ഈ രംഗങ്ങളിൽ വരുന്നത് കുറവാണ്. എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ പഴയ നാടകം തന്നെ ഇല്ല, ബാലയില്ല, കഥാപ്രസംഗമില്ല. അങ്ങനെ ഈ ക്ഷേത്ര കല ഇതിപ്പോൾ അന്യം നിന്ന് പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. പുതിയ ആൾക്കാർക്ക് ആർക്കും താല്പര്യമില്ല. ഈ തിടംപുതർത്തം എന്ന ഈ കലാരൂപം അഭ്യസിച്ച് അവതരിപ്പിച്ച് പോരുകയാണല്ലോ. അപ്പോൾ ഈ ഒരു രീതി തുടരുന്നതിൽ താങ്കൾ സംതൃപ്തനാണോ? ഈ തിടംപുതർത്ത കല തുടർന്ന് വരുന്നതിൽ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. ഇതിന് വലിയ പ്രതിഫലമൊന്നുമില്ല, ചെറിയ പ്രതിഫലമേ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ കലയിൽ നിന്ന് കിട്ടുന്നതായ ആ ഒരു ആസ്വാദനമാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലം. അത് തന്നെയാണ് ഈ പ്രായത്തിലും എനിക്ക് ജീവിച്ചിരിക്കാനും എനിക്ക് ഇന്ന് ഇതിൻ്റെതായ ആ വേദിയിൽ ഇപ്പോഴും തിടംപുതർത്തം അവതരിപ്പിക്കാൻ നല്ല ഭാരമുള്ളത് ഒരു 10-20 കിലോ ഭാരമുള്ളതൊക്കെ അനായാസന കൈകാര്യം ഞാൻ ഈ പ്രായത്തിലും എനിക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ള ആ പൂർണ്ണ തൃപ്തി ഞാൻ ഇന്നും ആസ്വദിക്കുന്നു. ഈ പുതുതലമുറ ഈ ഒരു കലാരൂപം അഭ്യസിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും ഈ കല എന്നും ഭൂമിയും ആകാശമുള്ളിടത്തോളം കാലം നിലനിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് പുതിയ തലമുറകൾ മുന്നോട്ട് വരണം. പുതിയ തലമുറക്കാർക്ക് പഴയ കാര്യത്തെക്കുറിച്ചിട്ട് നമ്മളൊക്കെ കഠിനാധ്വാനം ചെയ്തതൊന്നും അവർക്ക് അറിയില്ല. അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ പഠിച്ചതാണ്. അവരിതിന് ഈ തിടംമുഹൂർത്തം പഠിക്കാനായിക്കൊണ്ടും ഈ കല നന്നായി കൊണ്ടുവരാനായിക്കൊണ്ടും അവർ മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആർക്കും ഇതിൽ താല്പര്യമില്ല. ഇപ്പോൾ എല്ലാവർക്കും ദേഹാധ്വാനം ഇല്ലാതെ എന്തെങ്കിലും സർക്കാർ ജോലിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻസ്റ്റാൾമെൻറ്റ് കുറി മുതലായത് എങ്ങനെയൊക്കെയാണ് താല്പര്യം. അതല്ല, കഠിനാധ്വാനം ഉള്ളത് മാത്രമല്ല, അതൊരു ദൈവികമായിട്ടുള്ള കലയാണ്. അതൊന്നും ഒരിക്കലും അത് നഷ്ടപ്പെടുത്താതെ കണ്ട് നോക്കണമെന്നുള്ളൊരു, അത് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളൊരു പ്രയാസം എനിക്ക് മനസ്സിലുണ്ട്. അതൊരിക്കലും അത് പാടില്ല. എല്ലാവരും പുതിയ തലമുറകൾ മുഴുവൻ ഇതിന് മുന്നോട്ട് വന്ന് അത് സ്വീകരിച്ച് ഈ കല എന്നും നിലനിൽക്കാനാക്കണം എൻ്റെ ഒരു അപേക്ഷയാണ്. ഇത് കേൾക്കുന്നവരിൽ
എല്ലാവരോടും എനിക്ക് അതേ പറയാനുള്ളൂ. ഈ ക്ഷേത്രകലേന എന്നും നഷ്ടപ്പെടുത്താത്ത വിധത്തിൽ പുതിയ തലമുറകൾ ഇനി വരണം. നമുക്ക് വയസ്സായി കഴിയാണ്ടായി, ഇനിയിപ്പോൾ മുന്നോട്ട് പോകാൻ പ്രയാസമാണ്. എത്ര കാലം മനുഷ്യൻ ജീവിക്കുന്ന പറയാൻ കഴിയില്ല. പുതിയ തലമുറകൾ ഇത് ആസ്വദിക്കുന്നുണ്ട്, ഇത് കൈകാര്യം ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ തന്നെ നമുക്ക് അതിലപ്പുറം വേറെ യാതൊന്നും വരാനില്ല. അതിലൊക്കെയാണ് ഏറ്റവും സന്തോഷം വരുന്നത്. മുന്നോട്ട് ആൾക്കാർ വരട്ടെ, ഈ കാര്യങ്ങൾ നന്നായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കട്ടെ. അവർക്കെല്ലാം നമ്മളെ അനുഗ്രഹം. അത്രയേ പറയാൻ. വീട്ടിലാരൊക്കെയാണുള്ളത്? ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ. കുട്ടികൾ ജോലിയുള്ളത് കൊണ്ട് ഓരോ സ്ഥലത്ത് പോയിട്ട് അങ്ങോട്ട് അത്യാവശ്യം വരും. അവർ നമ്മൾ ശ്രദ്ധിക്കാത്തവരല്ല, പക്ഷെ ജോലി സംബന്ധമായിട്ട് അവർ നിരവധി തിരക്കുകളുള്ളത് കൊണ്ട് നമ്മളത് ഉൾക്കൊള്ളണമല്ലോ. അതുകൊണ്ട് അവരൊരു ജോലി സ്ഥലങ്ങളിൽ താമസിക്കുന്നു. എന്നാലും അവരിടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഓടി വന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ച് പോകാറുണ്ട്. എനിക്ക് 2 ആൺമക്കളാണ് ഉള്ളത്. മൂത്ത മകൻ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ HOD ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. പേര് ഗോവിന്ദൻ. രണ്ടാമത്തെ മകൻ്റെ പേര് ഈശ്വരൻ. അവനിപ്പോൾ ബാംഗ്ലൂർ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ മുതലായ കമ്പനികളിൽ ഉന്നതമായിട്ടുള്ള ജോലി ചെയ്തു വരുന്നു. അവർക്ക് അവിടെ നിന്നായതുകൊണ്ട് വരാൻ പറ്റുന്നില്ല. ഫോണിലെ ദിവസം അവർ സംസാരിക്കും, വിളിക്കും. അവർ നമ്മളുടെ ക്ഷേമകാര്യങ്ങൾ അന്വേഷിക്കും. ഓരോ ദിവസവും 2-3 തവണ വിളിക്കും. അത് തന്നെ നമുക്കൊരു വലിയ സന്തോഷമാണ്. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ മിന്നും താരത്തിൽ നമ്മൾ പരിചയപ്പെട്ടത് തിടമ്പ് നൃത്തത്തെ ജീവന് തുല്യം സ്നേഹിച്ച കാഞ്ഞങ്ങാട്ടെ പുതുമന ഗോവിന്ദൻ നമ്പൂതിരി എന്ന കലാകാരനാണ്. ഇനിയും ഈ മേഖലയിൽ ഒരുപാട് അംഗീകാരങ്ങൾ ലഭിക്കാൻ ഇടയാവട്ടെ എന്ന് ആശംസിക്കുന്നു. റേഡിയോ ഫോർ യുവിന് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേർന്നുകൊള്ളുന്നു. മിന്നും താരം. വ്യത്യസ്ത മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകളുമായുള്ള അഭിമുഖം. മിന്നും താരം.